നൽകിയത്. ഇന്ന് മറ്റൊരു നിർണായകമായ പ്രധാനപ്പെട്ട ഒരു കൂടിക്കാഴ്ച കൂടി നടക്കുന്നുണ്ട്. അതിൻ്റെ വിവരങ്ങൾ കൂടി രാകേഷ് നൽകും. ലയണൽ മെസ്സി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. ചീഫ് ജസ്റ്റിസിനെയും കരസേനാ മേധാവിയെയും മെസ്സി കാണും. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ സെലിബ്രിറ്റി ഫുട്ബോളിലും മെസ്സി പന്ത് തട്ടും. ഇന്നലെ അവിസ്മരണീയമായ നിമിഷങ്ങൾക്കാണ് മുംബൈ വാങ്കഡെ സ്റ്റേഡിയം സാക്ഷിയായത്. രാകേഷ്, നമുക്കറിയാം Sachin Tendulkar presenting the number 10 jersey to the number 10 of football. Yes, the two of the greatest, ladies and gentlemen. Gentlemen, boys and girls, what all sports people have been waiting for, what Mumbai has been waiting for. Wait, hold on. The World Cup ball from Leo Messi to the goal of Indian cricket, Sri Sachin Tendulkar. Big round of applause, sir. Sachin sir. You know, this is a goated stage right now. Singh, Nikhil Pujari and Bala Devi. CM to be on stage. This, ladies and gentlemen, is the most voted moment of the night. രാകേഷ് വിവരങ്ങളുമായി. രാകേഷ്, മെസ്സിയുടെ ഗോട്ട് ടൂറാണിത്. ഇന്ത്യയുടെ ഗോട്ട്, അല്ലെങ്കിൽ ക്രിക്കറ്റിൻ്റെ ഗോട്ടും ഫുട്ബോളിൻ്റെ ഗോട്ടും ഒന്നിച്ച് വരുന്ന ആ വേദി ഇത്രയും കായിക പ്രേമികളെ സംബന്ധിച്ച് ഇതിലും മനോഹരമായൊരു മൊമെൻ്റ് ഉണ്ടാവാനില്ല. അതിനുശേഷമാണ് ഇന്നിപ്പോൾ ഡൽഹിയിലേക്ക് പോകുന്നത്. അവിടെ ഇന്ത്യയുടെ അഭിമാനമായിട്ടുള്ള ആളുകളുമായി കൂടിക്കാഴ്ച നടത്തുക, അല്ലെങ്കിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിട്ടാണ് മെസ്സി മടങ്ങാൻ പോകുന്നത്. ഇന്നത്തെ പരിപാടികൾ എങ്ങനെയാണ്? ഇന്നലെ വാങ്കഡെ സ്റ്റേഡിയം സാക്ഷ്യം വഹിച്ച ആ സ്വപ്ന മുഹൂർത്തങ്ങളുടെ വിവരങ്ങൾ കൂടി. ശ്രീജ, സൂപ്പർ സൺഡേ ആയിരുന്നു ഇന്നലെ മുംബൈയിൽ. കാരണം പല ചരിത്ര മുഹൂർത്തങ്ങൾക്കും വാങ്കഡെ വേദിയായിട്ടുണ്ട്. 28 വർഷങ്ങൾക്ക് ശേഷം 2011 ഇന്ത്യ ഏകദിന വേൾഡ് കപ്പ് ജയിക്കുന്നത് വാങ്കഡയിലാണ്. സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര കരിയർ അവസാനിപ്പിക്കുന്നത് വാങ്കഡയിൽ ഒരു ഇന്നിങ്സ് കളിച്ചുകൊണ്ടാണ്. വിരാട് കോഹ്ലി സച്ചിൻ്റെ റെക്കോർഡ് മറികടന്നുകൊണ്ട് 50 സെഞ്ചുറികൾ നേടുന്നത് ഇതേ വാങ്കഡയിലാണ്. അങ്ങനെ പല ചരിത്ര മുഹൂർത്തങ്ങൾക്ക് വേദിയായിട്ടുള്ള വാങ്കഡെ ഇന്നലെ 2 ഇതിഹാസങ്ങൾ തമ്മിലുള്ള കൂടിക്കാഴ്ചയ്ക്ക് കൂടി വേദിയായി. ഒന്ന് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കർ, മറ്റൊന്ന് മെസ്സി എന്ന ഫുട്ബോൾ ഇതിഹാസം. ഈ 2 താരങ്ങളുടെയും സംഗമത്തിന് വാങ്കഡെ സാക്ഷിയായി. അതിന് ആയിരക്കണക്കിന് ആരാധകരും ഈ കൂടിക്കാഴ്ചയ്ക്ക് സാക്ഷിയാവുകയും ചെയ്തു. ഏതായാലും മെസ്സിക്ക് അദ്ദേഹം തൻ്റെ 10ാം നമ്പർ, ഐക്കോണിക് 10ാം നമ്പർ ജേഴ്സി കൈമാറി. മെസ്സിയുടെയും ജേഴ്സി നമ്പർ 10ആണ്. സച്ചിൻ ജേഴ്സി കൈമാറി, പകരം ഒരു പന്ത് അദ്ദേഹം തിരിച്ച് കൈമാറുന്നത് കണ്ടു. കൂടാതെ സുനിൽ ഛേത്രി ഇന്ത്യയുടെ ഫുട്ബോൾ ഇതിഹാസമാണ്. മെസ്സി ലോക ഫുട്ബോൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും വലിയ അന്താരാഷ്ട്ര ഗോൾ സ്കോറർമാരിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ കഴിഞ്ഞാൽ രണ്ടാമതുള്ളത് മെസ്സിയാണ്. ആ പട്ടിക നോക്കുകയാണെങ്കിൽ 4ാം സ്ഥാനത്താണ് ഇന്ത്യയുടെ സുനിൽ ഛേത്രി. അദ്ദേഹത്തിൻ്റെ ജേഴ്സി മെസ്സി കൈമാറുന്നത് കണ്ടു. അങ്ങനെ പല അവസ്മരണീയമായ നിമിഷങ്ങളാണ് വാങ്കഡെ സ്റ്റേഡിയം സാക്ഷിയായത്. ഏതായാലും മെസ്സിയുടെ പര്യടനം, ഇന്ത്യ സന്ദർശനം, ഗോഡ് ടൂർ അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ആദ്യം അദ്ദേഹം കൊൽക്കത്തയിലാണ് എത്തിയത്, അതിനുശേഷം ഹൈദരാബാദിൽ വന്നു, പിന്നീട് ഇന്നലെ മുംബൈയിലായിരുന്നു, ഇന്നിപ്പോൾ അദ്ദേഹം ഡൽഹിയിൽ എത്തുകയാണ്. ഏതാണ്ട് 11 മണിയോടുകൂടിയാണ് മെസ്സി ഡൽഹിയിൽ എത്തുക. പ്രധാനമന്ത്രിയുമായി അദ്ദേഹത്തിൻ്റെ വസതിയിൽ കൂടിക്കാഴ്ച നടത്തും. ഏതാണ്ട് 20 മിനിറ്റ് നേരമാണ് കൂടിക്കാഴ്ച. അതിനുശേഷം പാർലമെൻറ്റ് ഹൗസിലാണ് ചീഫ് ജസ്റ്റിസ് അടക്കമുള്ളവരായി കൂടിക്കാഴ്ച നിശ്ചയിച്ചിരിക്കുന്നത്. വൈകിട്ട്
അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ പഴയ ഫിറോസ് ഷാ കോട്ട്ല സ്റ്റേഡിയത്തിലാണ് മെസ്സി എത്തുന്ന പരിപാടിയുള്ളത്. അവിടെ വിവിധ സെലിബ്രിറ്റി ഫുട്ബോൾ മാച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിന് മെസ്സി പന്ത് തട്ടും എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കൂടാതെ മിനർവ അക്കാഡമി ടീമുകളെ 3 യൂത്ത് കിരീടങ്ങൾ നേടിയ ടീമാണ്. അവരെ ആദരിക്കുന്ന ചടങ്ങിലും ലയണൽ മെസ്സി പങ്കെടുക്കും. ഏതായാലും ഈ ഹൈദരാബാദിലാകട്ടെ, കൊൽക്കത്തയിലാകട്ടെ, മുംബൈയിലാകട്ടെ വലിയ ജനസാഗരമാണ് മെസ്സിയെ കാണാൻ എത്തിയത്. അതിൽ കൊൽക്കത്തയിലെ കാര്യങ്ങളൊക്കെ തന്നെ കൈവിട്ടു പോയിരുന്നെങ്കിലും മറ്റിടങ്ങളിലും തന്നെ അത്തരം സംഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് ഡൽഹിയിൽ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിലും ആരാധകരുടെ ഒരു നീണ്ട നിര, ഒരു ജനസാഗരം തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ശ്രീജ, ശരി. കായിക പ്രേമികൾ ഉറ്റുനോക്കിയ നിമിഷങ്ങളായിരുന്നു ഇന്നലെ വാങ്കഡയിൽ ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇന്നിപ്പോൾ ഈ രാജ്യത്ത് ഇന്ത്യയിലേക്ക് എത്തിയ മെസ്സി ഇന്ത്യയുടെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളുമായി കൂടിക്കാഴ്ച നടത്തും. മെസ്സി പന്ത് തട്ടുന്ന ആ മനോഹര നിമിഷം ഒരുപക്ഷെ മലയാളികളൊക്കെ കാത്തിരുന്നൊരു നിമിഷമാണത്. അതുപോലൊരു കാഴ്ച കാണാൻ കഴിയുമെന്നൊക്കെ വെറുതെ കുറച്ചു കാലം മലയാളികളൊക്കെ പ്രതീക്ഷിച്ചിരുന്നു. ആ പ്രതീക്ഷയൊക്കെ വെറുതെയായി. പക്ഷേ ഇതാ ഇന്ന് ഡൽഹിയിൽ കാണികൾക്ക് അങ്ങനെ ഒരു മനോഹരമായ കാഴ്ച കാണാനുള്ള അവസരം ഉണ്ടാവുകയാണ്. കൊൽക്കത്തയിലെ എല്ലാ മോശം കാര്യങ്ങളും നമുക്ക് മറക്കാം, എന്നിട്ട് ഡൽഹിയിലേക്ക് ഉറ്റുനോക്കാം. ലോകത്തിൻ്റെ മുഴുവൻ പ്രിയങ്കരനായ ലിയണൽ മെസ്സി ഇന്ത്യയിൽ ഇന്നുകൂടിയാണ് ഉണ്ടാവുക. അതിനുശേഷം അദ്ദേഹം മടങ്ങും. രാകേഷാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.